എറണാകുളം തൃക്കാക്കര മാവേലിപുരത്ത് 12 വയസ്സുകാരി 20 അടി താഴ്ചയിലേക്ക് അബദ്ധത്തിൽ വീണു മരിച്ചതിൽ പരസ്പരം പഴിചാരി മുനിസിപ്പാലിറ്റിയും ഫ്ളാറ്റ് അസോസിയേഷനും. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നും 1 വർഷം മുൻപ് പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും ഫ്ളാറ്റ് അസോസിയേഷൻ ആരോപിച്ചു. സ്വകാര്യ വസ്തുവായതിനാൽ ഫ്ളാറ്റ് അസോസിയേഷന്റെ ഉത്തരവാദിത്തമാണിതെന്നാണ് കൗൺസിലറുടെ വാദം. തൃക്കാക്കരയിൽ നിന്നും ഇസത്ത് സുൽഫിക്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം കാക്കനാട് മാവേലിപുരത്തിനടുത്തുള്ള ഒരു റോഡാണ് നമ്മുടെ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാക്കിലും ഒരു സ്ലൈറ്റ്ലി പരന്ന ഒരു റോഡ് കാണാം. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഏകദേശം 20 അടി താഴ്ചയുള്ള ഒരു വലിയ ഗർത്തമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇന്നലെ കാക്കനാട് ഈ ഫ്ലാറ്റിലുള്ള ഒരു കുട്ടി റിഹാന എന്ന് പറയുന്ന 12 വയസ്സുകാരി സൈക്കിൾ ചവിട്ടുന്നതിനെ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇത്ര വലിയൊരു താഴ്ച ഉണ്ടായിരുന്നിട്ടും ഇതുവരെ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് കാരണം എന്താണെന്നുള്ള ചോദിക്കുമ്പോൾ പരസ്പരം പഴി ചേരാനാണ് ഫ്ളാറ്റ് ഉടമകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ശ്രമിക്കുന്നത്. എന്താണ് ഇതിനെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഫ്ളാറ്റ് ഉടമകൾ പറയുന്നത് 1 വർഷമായി ഇതിനെതിരെ പരാതി നൽകിയിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ്. ആക്ച്വലി നമ്മൾ ഈ റോഡ് ഇങ്ങനെയായിരുന്നില്ല. ഒരു വർഷം മുന്നേ ഈ റോഡ് 1.5 മീറ്ററോളം താഴ്ചയിലായിരുന്നു. ഇവിടെ ആദ്യം ഒരു മരവും കാര്യങ്ങളും പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു. ശരിക്കും ഈ റോഡ് ഇത്ര വീതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും വാഹനങ്ങൾ ആ വഴി പോകുന്നില്ല. പിന്നെ മാത്രമല്ല 1.5 മീറ്ററോളം താഴ്ചയിലായിരുന്നു. പിന്നീട് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് റോഡ് ഉയർത്തി പണിതപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ അപകട സാധ്യത നമ്മൾ കണ്ട് മനസ്സിലാക്കി. നമ്മളപ്പോൾ തന്നെ റിട്ടേൺ കംപ്ലയിൻറ്റ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അക്നോളജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ ഫോളോ അപ്പ് ചെയ്ത് വന്നിരുന്നു. കാരണം നമ്മൾ ഡെയിലി സഞ്ചരിക്കുന്ന വഴിയാണിത്. അപ്പോൾ ഇതിനു മുൻപ് അതായത് 1.5 വർഷം മുമ്പ് ഈ ഒരു റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തൊട്ട് ഇവർ പറഞ്ഞതായിരുന്നു ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി വേണമെന്ന്. അപ്പോൾ അത് അന്ന് നഗരസഭ പണിതിരുന്നെങ്കിൽ ഇന്ന് ഇത്ര വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് മുനിസിപ്പാലിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ മുൻ കൗൺസിലർ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് വർക്ക് എസ്റ്റിമേറ്റ് ഇട്ട് എമൗണ്ട് ഈ ബിൽഡിംഗ് ഓണറെ അറിയിച്ചപ്പോൾ എമൗണ്ട് കൂടുതലാണെന്നും പറഞ്ഞ് ആ പ്ലാൻ റിജക്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് വന്നതും കഴിഞ്ഞ് 6 മാസം മുമ്പാണ്, ഇപ്പം ഞാൻ കയറിയിട്ട് 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിഡൻസ് എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രൊട്ടക്ഷൻ വാൾ പണിത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ്. ഇപ്പോൾ വർക്ക് ഓർഡർ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങാനിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. മഴയായത് കാരണമാണ് വർക്ക് ചെയ്യാണ്ടിരുന്നത്. ഫ്ലാറ്റുകാരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഇങ്ങനെ സൈഡ് വാൾ കെട്ടേണ്ടത്. 20 അടി താഴ്ച അവരുടെ കോമ്പൗണ്ടാണ്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഇങ്ങനെ പ്രൊട്ടക്ഷൻ വാൾ കെട്ടണതും അവരുടെ സേഫ്റ്റി. അതായത് മുൻ കൗൺസിലറിന്റെ ഭാഗത്തു നിന്നും അതായത് ഈ ഒരു സംരക്ഷണ ഭിത്തി കെട്ടേണ്ട ഒരു ആവശ്യം അന്ന് ഉയർന്നിരുന്നില്ല. അല്ലെങ്കിൽ അത്തരമൊരു ഇത് വന്നായിരുന്നെങ്കിൽ ഒരു വലിയൊരു അപകടം ഇവിടെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും പുതിയ ഒരു എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ കൗൺസിലർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു അപകടം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും വേഗം ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി പണിയുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിബിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.